ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ ഭക്ഷണ വീഡിയോ അതുപോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ഔട്ട്ഡോർ വീഡിയോസ് അല്ല. അപ്പോൾ നമ്മൾ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചാനലായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഞാൻ കൂടുതൽ ഇപ്പോൾ എൻ്റെ ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ ചാനലായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ കാര്യങ്ങൾ, നമ്മളെ വ്യക്തിപരമായ കാര്യങ്ങളല്ല. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ വെച്ചപ്പോൾ നമ്മൾ തമ്പനെയിലും കണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് വ്ളോഗറായത് എന്നുള്ള ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് നമ്മളിന്ന് പറയുന്ന ആ കാര്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഒരു ചാനലിലെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഏകദേശം ഇപ്പോൾ ഓരോന്നിലും ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, നമ്മൾ ഫുൾ വീഡിയോസായിട്ടും ഷോർട്സ് ആയിട്ടും ഇടുന്നു. ഫേസ്ബുക്കിൽ റീൽസ് ഫുൾ വീഡിയോസ് ഇടുന്നുണ്ട്. അത് ഈ രണ്ടും ഇത് ചെയ്യുമ്പോഴും അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്തരം വീഡിയോസ് ചെയ്യാനുള്ള, അതായത് ഞാൻ ഇത് ചെയ്യാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള രൂപത്തിലുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പുതിയ പ്രേക്ഷകർക്കും ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടു പോകുന്നുണ്ട് എന്നുള്ള അല്ലാതെ എന്താണ് ഇപ്പോൾ ഓരോ ചാനലിൻ്റെയും പുറകിലുള്ള ചില കാര്യങ്ങൾ, അപ്പോൾ ചെയ്യുന്ന ആളെ പുറകിലുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ ചാനലായിട്ട് ബന്ധപ്പെട്ടത് വ്യക്തി ആയിട്ടുള്ള അത്തരം കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് നമ്മളിത് പറയുന്നത്. ഇടയ്ക്ക് നമുക്ക് അത്തരം വീഡിയോസും വേണമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ എഡിറ്റിങ് പഠിക്കുന്നതിൻ്റെ മുമ്പ് അപ്പോൾ എൻ്റെ അടുത്തൊരു ആദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു ചെറുപ്പം മുതൽക്കേ ഇഷ്ടമാണ് ഈ സിനിമ കാണുക. അപ്പോൾ അതുപോലെ നമ്മൾ സിനിമ പാട്ടുകളൊക്കെ ഇപ്പോൾ ടെലിവിഷനിലാണ് കാണുന്നത്, അന്ന് ടെലിവിഷനുള്ള കാലത്ത് തന്നെ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഈ ഒരു എങ്ങനെയായിരിക്കും ഇപ്പോൾ ആ വീഡിയോ വന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കുട്ടിക്കാലത്ത് തന്നെയുള്ളൊരു താല്പര്യമാണ് ഇത്തരം കാര്യങ്ങൾ. അതിലെ ദൃശ്യഭംഗി, അതിലെ കഥകളല്ല കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഞാൻ. അല്ലെങ്കിൽ പാട്ടാണെങ്കിലും നമ്മൾ സിനിമയാണെങ്കിലും അതിൻ്റെ നമ്മളല്ലേ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞ പോലെ അതെങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും, അത് മേക്ക് ചെയ്ത രീതികളെക്കുറിച്ച് നമ്മൾ ആ ഒരു പ്രായത്തിലുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അല്ല അതിൻ്റെ സാങ്കേതികത കാര്യങ്ങൾക്കല്ല പോകുന്നത്. അപ്പം അത് ഒക്കെ നമുക്ക് പിന്നീട് നമ്മളെ മറ്റുള്ള കാര്യം ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനും ആ ഒരു ഇതിലേക്ക് എത്തുന്നതോ അങ്ങനെയാണ്. അതായത് അത് മുതൽക്കേ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഇതിങ്ങനെ അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അല്ലാതെ പെട്ടെന്ന് പിടിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യതകൾ ഈ സാധ്യതകളെക്കാട്ടിലും ഏറെ നോക്കുന്നത് നമ്മൾ ഈ താല്പര്യങ്ങളാണ്. ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് വരികയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം തന്നെ സോണീൻ്റെ വയോ ലാപ്ടോപ്പ് കുറേ മുമ്പ്, അപ്പോൾ ഈ എഡിറ്റിങ്ങൊക്കെ പഠിക്കുന്നതിന് മുമ്പ് അപ്പോൾ അത് വാങ്ങിയിരുന്നു. അപ്പോൾ ഞാനന്ന് ലാപ്ടോപ്പാണ് വാങ്ങിയത്, പി സിക്ക് പകരം അന്ന് ലാപ്ടോപ്പ് വാങ്ങി. അപ്പോൾ നമുക്ക് പോർട്ടബിളായിട്ട് കൊണ്ടുനടക്കാൻ ഒക്കെ പറ്റുമല്ലോ. അന്ന് നല്ല ലാപ്ടോപ്പാണത്. അപ്പോൾ അതിൽ ഈ ഇൻബിൽഡ് ആയിട്ട് തന്നെ നമുക്ക് വരുന്ന തന്നെ സോണി മൂവി സ്റ്റുഡിയോ എന്ന് പറയുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയറോട് കൂടി തന്നെയാണ് ഈ ലാപ്ടോപ്പ് വരുന്നത്. അപ്പോൾ വെച്ചാൽ അതിൻ്റെ മുമ്പേ പിന്നെ എഡിറ്റ് ചെയ്യേണ്ട, നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാം. അന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങൾക്ക് കുറച്ചൊരു പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വേണമല്ലോ. അപ്പോൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഡിവൈസ് കൂടി വേണമല്ലോ. ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരല്ലോ. അപ്പോൾ അങ്ങനെ ഈ വയോ ലാപ്ടോപ്പിൽ ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും വന്നിട്ടുണ്ട്. അത് ഒറിജിനലാണ്. അങ്ങനെ അതിൽ അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നതാണ്. അപ്പോൾ മൊബൈൽ ഫോണിൽ അന്ന് ഷൂട്ട് ചെയ്യുന്നു, പിന്നെയാണ് ക്യാമറയൊക്കെ വാങ്ങിയത്. അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ വീഡിയോസ് അങ്ങനെ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇതിൽ ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് എഡിറ്റ് ചെയ്യും. അല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയറാണത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞത് നമ്മൾ ഒരു ഔട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഈ വീട്ടിലും ഇവിടെ എല്ലാം അന്ന് ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടുന്ന് വീഡിയോസ് എടുക്കുന്നു. ഈ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് അത് നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അത് ഏറെക്കുറെ പിന്നെ അതിൻ്റെ മുമ്പേ ഞാൻ ഈ കമ്പ്യൂട്ടർ സ്റ്റഡീസ് കഴിഞ്ഞതാണ്. അത് നമ്മൾ നെറ്റ്വർക്കിംഗ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഇതിന് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുള്ളത് കൊണ്ട് പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ എളുപ്പം. അപ്പോൾ പിന്നെ ഈ എഡിറ്റിംഗ് ഇത് പിന്നെ അങ്ങനെ വന്നപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നു വൈകിട്ട് അല്ലെങ്കിൽ ഒക്കെ ആകുമ്പോഴേക്കും അത് കഴിയും. ഒരു ദിവസമൊക്കെ മുഴുവൻ ഇരുന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതൊക്കെ ഞാൻ തന്നെ ഒന്ന് കണ്ടു. അങ്ങനെ വേറെ ആരും കാണുന്നില്ല, ഞാൻ തന്നെ അതൊക്കെ ഒന്ന് കണ്ട് വിലയിരുത്തി പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ഈ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രൊഫഷണലിസം ഉണ്ട് ശരിക്കും. കാരണം ഇപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ലെവലിൽ വീഡിയോ അല്ലെങ്കിൽ ഫിലിം എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ കോഴ്സുകളുണ്ടല്ലോ, അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പ്രൊഫഷണൽ ആ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് പോകണമല്ലോ. കാരണം അന്ന് യൂട്യൂബിൻ്റെ ഫേസ്ബുക്കിൻ്റെ സാധ്യതകളെല്ലാം കണ്ടിരുന്നത്. അന്ന് അതിന് വേണ്ടിയിട്ടല്ല ഇതൊന്നും സത്യത്തിൽ ഞാനത് പഠിച്ചത്. നമ്മൾ പുറത്തല്ലാതെയുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വേണമെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞ് എത്ര പേര് ഇപ്പോൾ എൻ്റെ കൂടെ അന്ന് പഠിച്ചവരെന്നെ പലരും ഇപ്പോൾ സ്റ്റുഡിയോകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. അങ്ങനെ ഓരോരും അവരെ കംഫർട്ടിനനുസരിച്ചുള്ള ഏരിയകളിലൊക്കെ അങ്ങനെ പോവാണ്. അപ്പം ഞാനിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം എനിക്കിത് പഠിച്ചിട്ട് ഫ്രീലാൻസറായിട്ട് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബ് ആകുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. മറ്റ് വേറൊരു എന്തെങ്കിലും വർക്ക് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്ന് അതായത് വീഡിയോ ഒക്കെ ചെയ്തു കൊടുക്കുന്ന അതാണല്ലോ ഇപ്പോൾ നമ്മൾ ഫ്രീലാൻസ് എന്നുള്ള ഒരു ഫ്രീലാൻസർ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. സ്വന്തം റിസ്കിലാണ്, ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിരുന്നിട്ടല്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് അന്നത് പഠിച്ചത്. അന്ന് യൂട്യൂബിൻ്റെ സാധ്യതകൾക്കല്ല ഇതൊന്നും പഠിച്ചു വച്ചിട്ടുള്ളത്. പക്ഷേ അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോൾ അതിലെ പിന്നീടുള്ള സാധ്യതകൾ, അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് അത് ഇപ്പോൾ അന്ന് പഠിച്ച വീഡിയോ എഡിറ്റിംഗാണ് ഇന്നും ഞാനിവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ക്യാമറ ഈ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇതിൽ നമ്മൾ പറയാം അപ്ലൈ ചെയ്യാന്ന് പറയില്ല. ഇപ്പോൾ ഇതിൽ ഇന്നും ചെയ്യുന്നത് അതിൻ്റെ അവിടെയാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ അങ്ങനെ ചെയ്ത് പോവുക ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ വന്ന ശേഷം എന്നാൽ ഇനി യൂട്യൂബിലും വീഡിയോ ഇട്ട് തുടങ്ങാം എന്ന രീതിയിലല്ല ചെയ്യുന്നത്. ഇത് തന്നെയാണ് മെയിനായിട്ടുള്ള തൊഴിൽ. അതിപ്പോൾ ഇനി അതിൽ നിന്ന് വരുമാനം കിട്ടിയാലും ഇല്ലെങ്കിലും ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. കാരണം അതൊരു അവിടെയാണ് അത് പാഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് വരുമാനം കിട്ടി, കാരണം നമ്മൾ കാര്യങ്ങൾ നടന്നുകൊണ്ടേ. ഇത് പാഷൻ എന്നുള്ള ഒരു രീതി വരുന്നുണ്ട്. അത് ഈ പാഷനും പ്രൊഫഷനും കൂടുമ്പോഴാണ് ഇത് ശരിക്കും നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ ഫുഡ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഫുഡ് വീഡിയോസ് ചെയ്യുമ്പോൾ സത്യത്തിൽ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ വെച്ചാൽ അതിൽ ക്യാമറ പല രീതിയിൽ ക്യാമറ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യുന്നു, പല ആംഗിളുകളിലാക്കുന്നു, പിന്നെ അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഞാൻ ആസ്വദിക്കുന്നത്. ചിലപ്പോൾ സ്ഥിരമായിട്ട് ഒരാഴ്ചയ്ക്ക് സ്ഥിരമായിട്ട് ഫുഡ് വീഡിയോസ് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിലും നമുക്കൊരു മടുപ്പ് വരുന്നില്ല. അതാണ് ഞാൻ ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലാണ്. അതാണല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല ആളുകൾക്കും പല കാരണം കൊണ്ടായിരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരിക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ വീഡിയോഗ്രാഫറും പിന്നെ അതായത് ഈ എഡിറ്റിങ്ങിന് ശേഷം കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം ഈ എഡിറ്റിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, വീഡിയോ ഷൂട്ട് ചെയ്ത് വരണം. അപ്പം നേരത്തെയൊക്കെ നമ്മളൊരു സാധാരണ ലെവലിൽ ഇപ്പോൾ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നു പക്ഷെ അന്നും ഞാൻ തരക്കടില്ലാത്ത രീതിയിൽ ഇത് ഷൂട്ട് ചെയ്തെടുക്കും. അതിലൊക്കെ അന്നും ശ്രദ്ധയുള്ള ആളാണ്. ഇത് കൈ എന്നൊക്കെ വെച്ച് കറക്റ്റ് ഇളകാതെ പിന്നെ നല്ല നല്ല ഫ്രെയിമുകൾ ആംഗിളുകൾ അന്നും ഞാൻ അതൊക്കെ ഈ കുട്ടിക്കാലം മുതൽക്കേയുള്ള ഈ സിനിമയോടുള്ള ഇതിങ്ങനെ കണ്ട് ടെലിവിഷനും കുറേ നേരത്തെ ഞങ്ങളെ വീട്ടിലുണ്ട്. ടെലിവിഷനൊക്കെ ആദ്യം മുതൽ കണ്ടിട്ടാണ്. അപ്പോൾ അത് കണ്ട് നമുക്ക് ഇതിൽ വരുന്ന ഇത് എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നതെന്നുള്ള അതൊരു മനസ്സിൽ നമുക്ക് ശരിക്കും ഒരു ധാരണ ഉണ്ട്. ഇതാണ് ശരിക്കും നമ്മൾ അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ എന്താണ് നമുക്ക് അതിനുള്ള പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ സിനിമ ഇതൊക്കെ കാണുമ്പോൾ അതിന്നും കുറേ പലതരത്തിലുള്ള ആംഗിളുകളും ഷോട്ടുകളൊക്കെ വന്നത്, പുതിയ കാര്യങ്ങൾ വരുന്നത്. അതാണിപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വേറൊരാളെ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാമറ വാങ്ങിക്കുക ചെയ്യുന്നത്. ഒരു സാധാരണ ഒരു ഹോം യൂസ് നമ്മളൊരു സാധാരണ ഉപയോഗിക്കാൻ പറ്റിയൊരു ക്യാമറ, ഒരു DSLR ക്യാമറ, അങ്ങനെ അത് വാങ്ങി അതിൽ പിന്നെ പ്രാക്ടീസ് അങ്ങനെ ചെയ്ത് പിന്നെ അതിൻ്റെ ഇത് ക്യാമറയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് നമുക്ക് ഇന്ന് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഒരുപാട് ട്യൂട്ടോറിയലുകൾ ക്യാമറയായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, നല്ല ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിൽ തന്നെ കിട്ടും. അപ്പോഴേക്കൊക്കെ യൂട്യൂബ് ചാനലൊക്കെ വന്ന് കഴിഞ്ഞ കാലമാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് പിന്നെ ഇത് പഠിക്കൽ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതേപോലെയുള്ള ടെക്നീഷ്യൻസിൻ്റെ ആളുകളിൽ നിന്ന് ഞാൻ നേരിട്ടും പഠിക്കൽ തുടങ്ങി. നമ്മളിപ്പോൾ ഈ സെമിനാറുകളൊക്കെ ഉണ്ടാവും, അങ്ങനെ ഏതെല്ലാം സ്ഥലത്തു നിന്ന് ഈ ക്യാമറ പഠിക്കാൻ പറ്റുന്നുണ്ടോ
അതും പഠിക്കുന്നുണ്ട്. വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്ന ഒരാൾക്ക് ബേസിക്കലി ക്യാമറ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ബോധം ശരിക്കും ഉണ്ടായിരിക്കും. കാരണം അത് രണ്ടും ഏകദേശം രണ്ട് രീതിയിലാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും ഒരു കാര്യം തന്നെയല്ലോ, ഒരു വീഡിയോ മേക്കിങ്ങിൻ്റെ ഭാഗമാണല്ലോ ഇത് രണ്ടും. അപ്പോൾ അതറിയും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷേ എങ്കിലും കൂടുതൽ ഒരുപാട് ആളുകളിൽ നിന്ന് ഈ ക്യാമറ ചെയ്യുന്ന പ്രൊഫഷണൽസിൽ നിന്ന് നല്ല പ്രശസ്തരായ പല ആളുകളെയും നമുക്ക് പല സ്ഥലങ്ങളിലും ചിലപ്പോൾ കുറച്ച് സമയം അവരെ കിട്ടുള്ളൂ. എവിടെയെങ്കിലും ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യത്തിലാണെങ്കിൽ പറയാം, ഒരു നല്ല ക്യാമറ ചെയ്യുന്ന ഒരാളാണ് നമ്മൾ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് വിചാരിക്കുക, യാത്ര ചെയ്യാണ് ഏതെങ്കിലും ബസ്സിലോ ട്രെയിനിലോ. അപ്പോൾ ആ വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. ഈ പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് മാത്രം പഠിക്കുന്നതല്ല. പഠിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് സാഹചര്യങ്ങളുണ്ട്, അതിനുള്ള ഒരുപാട് ട്യൂട്ടോറിയലുകളാണെങ്കിലും പിന്നെ പ്രാക്ടീസാണ്. അങ്ങനെ അപ്പോൾ പല രീതിയിൽ പഠിച്ച് ഈ വീഡിയോഗ്രാഫി പിന്നെ എഡിറ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആളുകളിൽ നിന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ കോണ്ടാക്റ്റും കാര്യങ്ങളും വന്ന് അങ്ങനെ കുറേ പഠിക്കാൻ, പിന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് പലതരത്തിലുള്ള ക്യാമറകൾ ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ടൊക്കെ ക്യാമറകൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ആവശ്യത്തിനും ക്യാമറ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളും അതും വേണമല്ലോ നമുക്ക്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയാണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് നിങ്ങൾ ഓരോതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.